അപ്പോളോ സൈക്കിൾ വേൾഡ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കലത്താണി. മൊബൈൽ 8589932282. അഞ്ചാം ക്ലാസ്സുകാരുടെ കേരള പാഠാവലിയിൽ തന്റെ ഡയറി കുറിപ്പും പാഠഭാഗമായതിന്റെ അതിരില്ലാത്ത സന്തോഷത്തിലാണ് 4ാം ക്ലാസ്സുകാരിയായ ജസ. കരിങ്കലത്താണി ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥിനിയായ ജസ ഡയറിയിൽ എഴുതിയ കൊച്ചു കവിതയും ഫുട്ബോൾ കളിയെക്കുറിച്ചുള്ള മറ്റൊരു കുറിപ്പുമാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വാക്കുകൾ കൊണ്ട് ആത്മാവിഷ്കാരം നടത്തുന്ന ഈ മിടുക്കിയുടെ ഓരോ കുറിപ്പുകളും വായനക്കാരിൽ വിസ്മയം ജനിപ്പിക്കുന്നതാണ്. മണ്ണിൻ തൊപ്പിയിട്ട, മരത്തിന്റെ പച്ചയുടുപ്പിട്ട, അരുവി കൊണ്ടരഞ്ഞാണമിട്ട, പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരിയെ നിന്നെ ഞാനെന്നുമ്മ വെച്ചോട്ടെ. ഇങ്ങനെ കാശ്മീരിനെ കുറിച്ച് എഴുതാനും ജസയ്ക്കൊരു കാരണമുണ്ട്. ഞാൻ കാശ്മീരിൽ പോയിരുന്നു. അവിടെ കാണാൻ നമ്മൾ കേട്ടറിഞ്ഞ പോലെ തന്നെ ഭയങ്കര ഭംഗിയാണ്. നല്ല ഭംഗിൻ്റെ പുതപ്പ് പുതച്ച പോലെ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പം ഒരാൾക്ക് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുമ്പോഴാണല്ലോ നമ്മൾ ഒരാൾ ഉമ്മ വെക്കുക. അതേപോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഉമ്മ വെക്കാൻ കരുതിയത്. അങ്ങനെ എഴുതിയതാണ് ആരത്. ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി കിക്കെടുത്ത അധ്യാപകന്റെ കാലിൽ നിന്നും പന്തിനു പകരം ചെരുപ്പ് ലക്ഷ്യം കണ്ടതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റൊരു കുറിപ്പും പാഠപുസ്തകത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കളിയല്ല കളി, ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി, അതും ആൺകുട്ടികളുടെ എഴുത്ത്. ഇതുവരെ കളിക്കാത്തത് കൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇത്ര എളുപ്പമൊന്നുമല്ലെന്ന്. ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളൊപ്പം ചേർന്നു. മാഷൊരു അടിയങ്ങ് അടിച്ചു കൊടുത്തു. അപ്പോഴല്ലേ രസം. പന്തിനു പകരം മാഷിന്റെ ചെരുപ്പ് പോസ്റ്റിൽ അടിച്ചു ഗോളായി. എഴുത്തിന്റെ അഴകും ആർജവവും ആഴവും നിർണ്ണയിക്കുന്നതിൽ എഴുത്തുകാരുടെ പ്രായം ഒരു ഘടകമേ അല്ലെന്ന് ജസയുടെ കുറിപ്പുകൾ വായിക്കുന്നവർക്ക് തോന്നിപ്പോകും. കുട്ടി എഴുത്തിന്റെ വശ്യമായ സൗന്ദര്യം മുഴുവനായി ആവാഹിക്കുന്നതാണ് അവളുടെ കുറിപ്പുകൾ ഓരോന്നും. കവിതയെക്കുറിച്ച് അവൾ ഇങ്ങനെ എഴുതി: ആരോ കവിത എഴുതി ചീന്തിയിട്ട പേപ്പർ ഇന്ന് എൻ്റെ കയ്യിലെത്തി. ചീന്തിയ പേപ്പറിനെ ഞാൻ ഒട്ടിച്ചുകൊണ്ട് എൻ്റെ പുസ്തകത്തിലേക്ക് അതിനെ എഴുതിയെടുത്തു. കവിതയ്ക്ക് സന്തോഷമായി. ചെറിയ ലോകത്തിലെ വലിയ കാഴ്ചകളത്രയും അക്ഷരങ്ങളിലൂടെ ജസ വരച്ചിടുമ്പോൾ കരിങ്കലത്താണിയിലെ ഈ ചെറിയ സ്കൂൾ വലിയ സന്തോഷത്തിൻ്റെ തിര തല്ലുന്നു. ഇങ്ങനെയുള്ള രചനകളൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള രചനകളാണ് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവളുടെ മികച്ച രചനകളെല്ലാം പല ഫേസ്ബുക്കുകളിലും അങ്ങനെയുള്ള ഇതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുവഴി തിരഞ്ഞെടുക്കപ്പെട്ടതാവാം. കോവിഡ് കാലത്താണ് എഴുത്തിൻ്റെ തുടക്കം. കണ്ട കാഴ്ചകളൊക്കെയാണ് ഡയറിയിലേക്കും നോട്ട്ബുക്കിലേക്കും കോറിയിട്ടത്. സ്കൂളിലെ ഫേസ്ബുക്ക് പേജിലും ജസയുടെ കുറിപ്പുകൾ ഇടം പിടിച്ചു. ഇവിടെ നിന്നാണ് ആ കുറിപ്പുകൾ പാഠ്യപദ്ധതിയിലേക്കും എത്തിപ്പെട്ടത്. അധ്യാപകനായ പുത്തനങ്ങാടി കരിങ്കലത്താണി കിഴക്കേതലക്കൽ PK അൻവറിൻ്റെയും അനീസയുടെയും ഏകമകളാണ് ജസ. കനൽ കവിതാ സമാഹാരത്തിലും എഴുത്തോലയിലും യുറീക്കയിലും ജസയുടെ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാഷോത്സവ വേദികളിലും സർഗോത്സവ വേദികളിലും താരമാണ് ഈ കൊച്ചുമിടുക്കി. ചിന്തകളെയും കാഴ്ചകളെയും കഥകളും കുറിപ്പുകളുമാക്കി ജസ എഴുത്ത് തുടരുകയാണ്. തേടിയെത്തുന്ന അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളുമെല്ലാം അവളുടെയും കുടുംബത്തിൻ്റെയും മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നു. ജസ സന്തോഷിക്കട്ടെ, നിറയെ എഴുതട്ടെ, നമുക്ക് വായിക്കാം. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി.